നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കുളത്തൂപ്പുഴയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി വിനോദ് പിടിയിൽ. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കോക്കാട് പ്രദേശത്ത് പുലിയെയും കുട്ടികളെയും നേരിൽ കണ്ടെന്ന പ്രദേശവാസികൾ. പ്രദേശം ഭയപ്പാടിൽ. പുനലൂർ കലയനാട് ദേശീയപാതയിൽ ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് ഗുരുതര പരിക്ക്. പട്ടാഴി കാട്ടാമലയിലെ പാറഖനനം സംബന്ധിച്ച IIT സംഘം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടത്തുന്ന പഠനം നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് തടഞ്ഞു. IIT സംഘം പാറമാഫിയെ സഹായിക്കുന്നുവെന്ന് ആരോപണം. വാർത്തകൾ വിശദമായി. കുളത്തൂപ്പുഴയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി വിനോദ് പിടിയിലായി. പ്രതിയെ സംഭവസ്ഥലത്തും ഒളിവിൽ കഴിഞ്ഞ വീട്ടിലും പ്രതിയുടെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വാക്കുതർക്കത്തിനിടെ കുത്തേറ്റ സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ സിബിൻ ബാബു കുത്തേറ്റു മരിച്ച സംഭവത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പിടിയിലായി. കുളത്തൂപ്പുഴ ഏഴംകുളം ലക്ഷം വീട് കോളനിയിൽ ബിന്ദുവിലാസത്തിൽ വിനോദിനെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് കുളത്തൂപ്പുഴ SI സുധീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 9 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. ഏഴംകുളം ലക്ഷം വീട് കോളനിക്ക് സമീപം അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിലാണ് സംഭവം നടന്നത്. കൊല നടത്തിയ ശേഷം പ്രതി കാട്ടിലേക്ക് കയറി രക്ഷപ്പെട്ടിരുന്നു. കഴിഞ്ഞ 2 ദിവസവും നാട്ടുകാരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെ പോലീസ് പ്രതിയെ പിടികൂടുന്നതിന് തെരച്ചിൽ നടത്തിയിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ ഏഴംകുളം വനമേഖലയോട് ചേർന്നുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കുളത്തൂപ്പുഴ CI M സജാദിന്റെ നേതൃത്വത്തിൽ പിടിയിലായ പ്രതിയെ ഒളിവിൽ കഴിഞ്ഞ സ്ഥലത്തും സംഭവ സ്ഥലത്തും പ്രതിയുടെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അവിടെ വരുന്നേ സിബിൻ ബാബുവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. പുനലൂർ DYSP NA ബൈജുവിന്റെ മേൽനോട്ടത്തിൽ കുളത്തൂപ്പുഴ CI M സജാദിനാണ് അന്വേഷണ ചുമതല. സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പ്രതി വിനോദ് കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം കാട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. പോലീസും നാട്ടുകാരും വളരെ ഒത്തൊരുമയോടുകൂടി 2 ദിവസം തെരച്ചിൽ നടത്തിയതിന്റെ ഫലമായിട്ടാണ് പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത്. ഇന്നലെ രാത്രി ഏഴംകുളം ഫോറസ്റ്റ് ഓഫീസിന്റെ ഭാഗത്തുള്ള ഈ വനാതിർത്തിയിലുള്ള ഒരു ആൾക്കാർക്കില്ലാത്ത വീട്ടിൽ ഒളിച്ച് ഇരിക്കുന്ന നിലയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് കേസിന്റെ ബാക്കി അന്വേഷണം നടത്തി കോടതിയിലെ ഹാജരാക്കി. കുളത്തൂപ്പുഴ SI സുധീഷ് കുമാർ, ഗ്രേഡ് SI കബീർ, ASI സുബൈർ, സിവിൽ പോലീസ് ഓഫീസർമാരായ മഹീന്ദ്രൻ, മനോജ്, പ്രതീഷ്, സുമേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തെന്മല, അഞ്ചൽ, ഏരൂർ സ്റ്റേഷനുകളിലെ പോലീസുകാരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും സഹായവും പോലീസിന് പ്രതിയെ പിടികൂടുന്നതിൽ ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പുനലൂർ കലയനാട്ട് ദേശീയപാതയിൽ ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 ഡ്രൈവർമാർക്കും ഗുരുതരമായി പരിക്കേറ്റു. ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെയാണ് അപകടമുണ്ടായത്. തമിഴ്നാട് വേലൂരിൽ നിന്ന് സിമന്റുമായി വന്ന ലോറി നിയന്ത്രണം തെറ്റി എതിരെ വന്ന ലോറിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളും പൂർണ്ണമായും തകർന്നു. ഡ്രൈവർമാരുടെ കാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഹൈവേ പോലീസ് സംഘവും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വേലൂർ സ്വദേശി പച്ചപ്പൻ, തെങ്കാശി പപ്പൂർ ക്ഷേത്രം സ്വദേശി മണികണ്ഠൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകട സമയത്ത് ലോറിയിലുണ്ടായിരുന്ന ആനന്ദ് എന്ന ബാലൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. வரும்போது ஒரு 12 வண்டி ரைட் சைடு ஏறி வந்து இடிச்சிருச்சு. இடிச்சதும் நான் லெஃப்ட் சைடு தெரிச்சு போய் ரோட்டில் உரத்தில் போய் விழுந்தேன். மாமாக்கு தலையில எல்லாம் அடிபட்டுருந்தது. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷന്റെ വെഞ്ചർ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരിയിൽ ആരംഭിച്ച സമരം ഒത്തുതീർപ്പായി. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതോടെയാണ് സമരം ഒത്തുതീർപ്പായത്.
വെഞ്ചൂർ എസ്റ്റേറ്റിലെ 4 ഡിവിഷനുകളിൽപ്പെട്ട INTUC BMS തൊഴിലാളികളാണ് ഫെബ്രുവരി 3 മുതൽ സമരം നടത്തിവന്നത്. താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുകയായിരുന്നു പ്രധാന ആവശ്യം. മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചകളിൽ ഫലം കാണാതെ വന്നതോടെ ഇക്കഴിഞ്ഞ 21 മുതൽ തൊഴിലാളികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരുന്നു. സമരത്തിലുള്ള തൊഴിലാളികളെ സഹായിച്ചുവെന്നാരോപിച്ച് ഏതാനും ദിവസം മുമ്പ് 5 തൊഴിലാളികളെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. ഇസ്ഫീൽഡ് എസ്റ്റേറ്റിൽ തൊഴിലാളികളെ അനധികൃതമായി വെഞ്ചർ എസ്റ്റേറ്റിൽ നിയമിക്കാൻ കൊണ്ടുവന്ന് ആണ് സമരത്തിന് തുടക്കം. കഴിഞ്ഞ 6 വർഷക്കാലമായി താൽക്കാലികമായി ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിന് യാതൊരു നടപടിയും മാനേജ്മെന്റ് സ്വീകരിക്കുന്നില്ല. ഈ 2 ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 3 മാസമാകാൻ പോകുന്ന തൊഴിലാളികൾ സമരരംഗത്തേക്ക് വന്നു. മാനേജ്മെന്റ് ഈ സമരത്തെ തകർക്കാനുള്ള പരിശ്രമം പല ഘട്ടത്തിലും നടത്തുകയുണ്ടായി. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന ചർച്ചയിൽ 2014 ഡിസംബറോടെ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താമെന്ന് മാനേജ്മെന്റ് സമ്മതിച്ചു. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാമെന്നും ധാരണയായി. ന്യൂസ് ബ്യൂറോ, തെന്മല. ആയൂരിൽ AITUC വിട്ട് CITUവിൽ ചേർന്ന ചുമട്ടുതൊഴിലാളികളെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന് CPMന്റെ പരാതി. അതേസമയം തൊഴിലാളികളെ AITUCയിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് CPI വ്യക്തമാക്കി. ആയൂരിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ആയൂർ ടൌണിൽ ജോലി ചെയ്യുന്ന ജോൺസൺ, വേണു എന്നീ ചുമട്ടുതൊഴിലാളികളാണ് AITUCയിൽ നിന്ന് രാജിവെച്ച് CITUവിൽ ചേർന്നത്. ഇവർ ചുമട്ടുതൊഴിലാളികളായി ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവരാണ്. 2 ആഴ്ച മുമ്പാണ് തൊഴിലാളികൾ CITUവിൽ ചേർന്നത്. ഇവരെ അന്നു മുതൽ CPI നേതാക്കൾ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന് CPM അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗം രവീന്ദ്രൻപിള്ള ആരോപിച്ചു. AITUCയിൽ നിന്ന് CITUവിലേക്ക് മാറിയതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. തൊഴിലാളികളെ യൂണിയൻ മാറിയതുകൊണ്ട് അവർക്ക് തൊഴിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ള AITUCയുടെയും CPIയുടെ നേതൃത്വത്തിൽ നിലപാടാണ് സംഘർഷത്തിനിടയാക്കിയത്. തൊഴിലാളികൾ ഏത് യൂണിയൻ നിന്നാലും പണിയാനുള്ള മൗലിക അവകാശം അവർക്കുണ്ട്. ആ നിലയിൽ പരിസര പട്ടണങ്ങളായ അഞ്ചലും ആലഞ്ചേരിലും എല്ലാം തൊഴിലാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും യൂണിയൻ മാറിയതെടുത്ത് എങ്ങുമില്ലാത്ത ഒരവസ്ഥ, ഒരു സംഘർഷാവസ്ഥ ആയൊരു ബോധപൂർവ്വം സൃഷ്ടിക്കുകയാണ്. ജോലി ചെയ്യാൻ തൊഴിലാളികളെ തടയുകയും അവർ തന്നെ ഹർത്താൽ നടത്തുകയും ചെയ്തതിന് വ്യാപാരികൾക്ക് വലിയ പ്രതിഷേധമുണ്ടെന്നാണ് അറിയുന്നത്. പോലീസ് ഇടപെട്ട് ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ്. തൊഴിലാളികളുടെ ജോലി നിഷേധിക്കാത്ത നിലയിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കണം. തൊഴിലാളികളെ ജോലി ചെയ്യാൻ അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട് ആയൂർ ടൌണിൽ CPM CPI പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് എത്തിയാണ് അന്തരീക്ഷം ശാന്തമാക്കിയത്. അതേസമയം 10 ദിവസം മുമ്പ് AITUCയിൽ നിന്ന് ജോൺസൺ, വേണു എന്നിവരെ പുറത്താക്കിയതാണെന്നും ആയൂരിന്റെ സമാധാനാന്തരീക്ഷം ഇല്ലാതാക്കാൻ CPM പരിശ്രമിക്കുകയാണെന്നും CPI അഞ്ചൽ മണ്ഡലം സെക്രട്ടറി KC ജോസ് പറഞ്ഞു. സംഘർഷാവസ്ഥയുള്ളതിനാൽ ആയൂരിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കോക്കാട് പ്രദേശത്ത് പുലിയെയും കുട്ടികളെയും നേരിൽ കണ്ടതായി ചിലർ അവകാശപ്പെട്ടു. ഇതോടെ പ്രദേശം ഭയപ്പാടിലായി. പുലിപ്പേടി പരന്നതോടെ ഇരുട്ട് മുമ്പ് വീട് പറ്റാനുള്ള ശ്രമത്തിലാണിപ്പോൾ ജനം. ചൊവ്വാഴ്ച രാവിലെ 5 മണിയോടെ കോക്കാട് പള്ളിമലയ്ക്ക് സമീപം റോഡ് മുറിച്ചു കടക്കുന്ന പുലിയെ കണ്ടുവെന്നാണ് നാട്ടുകാരിൽ ചിലർ പറയുന്നത്. പുലിക്കൊപ്പം കുട്ടികളും ഉണ്ടായിരുന്നുവത്രേ. പ്രദേശത്ത് കാൽപ്പാടുകൾ കണ്ട ദിവസം തന്നെ നാട്ടുകാർ ഇവ പുലിയുടേതാണെന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ കാൽപ്പാടുകൾ പല വലിപ്പത്തിലായിരുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കി. കാൽപ്പാടുകൾ കഴുതപ്പുലിയുടേതാണെന്നും വലിയ അൾസേഷൻ നായയുടേതാണെന്നും അടക്കം വിവിധ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. പ്രദേശത്ത് പുലി എത്താൻ സാധ്യതയില്ലെന്ന വിലയിരുത്തലിൽ ആശ്വസിച്ച നാട്ടുകാർ പുലിയെ തന്നെ ചിലർ കണ്ടുവെന്ന് പറഞ്ഞതോടെ ഭയപ്പാടിലാണ്. 5:20 ആയപ്പോൾ അവിടെ പാലത്തിന് വന്നു കാണും എന്ന് പ്രതീക്ഷിക്കാം. അവിടെ ലൈറ്റ് ഇല്ലല്ലോ, അവിടെ മുടക്കുഴി പാലത്തിനോട്. അപ്പം അവിടെ ഈ ജന്തു ഇങ്ങനെ നിൽക്കുന്നു. അത് എന്ത് ജന്തുവാന്നൊക്കെ ചോദിച്ചാൽ വിഷമിച്ചു പോകുന്നതായിരിക്കും. എന്തായാലും സാധാരണ വെച്ച് പട്ടിയും പൂച്ച എലിയൊന്നും അല്ല. ഞാൻ വണ്ടി ആക്സിലറൈസ് ചെയ്ത് അത് ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്തു. ഞാനൊരു 5:30-6 മണി സമയത്താണ് ആദ്യമായിട്ട് പുലിയെ കാണുന്നത്. ഈ നമ്മുടെ ഇവിടുന്ന് പുനലൂരേക്ക് പോകുന്ന വഴിക്ക് വാഴവിള നരിക്കലേക്ക് കയറുന്നതിൻ്റെ മുമ്പാണ് പുലിയെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അത് കൂട്ടത്തോടെ ഉള്ളൊരു ഒന്നിച്ചായിരുന്നില്ല. അതിൻ്റെ കുറെ കുട്ടികളും ഫാമിലിയോടെയായിരുന്നു പുലി വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ കണ്ടപ്പോൾ എനിക്ക് ആദ്യം പുലിയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ രണ്ടാമത് വീണ്ടും ഞാൻ ശ്രദ്ധിക്കുകയും എൻ്റെ കാൽപ്പാട് ശ്രദ്ധിക്കുകയും ചെയ്തപ്പോഴാണ് തനിച്ചേ ഉള്ളായിരുന്നു. പേടിയാ. ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായില്ല സത്യത്തിൽ ഇത് പുലിയാണോ എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. അത് ഞാൻ വിചാരിച്ചു വല്ല ഈ മരപ്പട്ടിയുടെ, കാരണം ആദ്യം പുലിയുടെ കുട്ടിയാണ് കണ്ടത്. മരപ്പട്ടിയാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാനിങ്ങനെ പാസ് ചെയ്തപ്പോഴാണ് എനിക്ക് സംശയം തോന്നി. അപ്പം ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് പുലിയാണെന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞു. രാത്രിയിൽ സമീപത്തെ വീടുകളിലെയും ഫാമുകളിലെയും നായ്ക്കളെ പുലി ഭക്ഷിച്ചതായും പറയുന്നു. പുലിപ്പേടിയിൽ നാട് അമർന്നതോടെ വേനലവധിക്കാലത്ത് കുട്ടികൾ കളിസ്ഥലങ്ങളിൽ പോലും പോകാറില്ല. വൈകുന്നേരത്തെ മഴയിൽ വൈദ്യുതി തടസ്സമുണ്ടാകുന്നതോടെ കടകമ്പോളങ്ങൾ അടച്ച് 5 മണിക്ക് മുമ്പ് തന്നെ വ്യാപാരികൾ സ്ഥലം വിടുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ചിതറയിൽ ക്വാറിയുടെ പ്രവർത്തനം സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം സമർപ്പിച്ച അപേക്ഷയ്ക്ക് മറുപടി നൽകാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു.
അപ്പൂപ്പൻപാറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. മാർച്ച് 5-നാണ് സംരക്ഷണ സമിതി ക്വാറിയുടെ പ്രവർത്തനം സംബന്ധിച്ച വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് അപേക്ഷ നൽകിയത്. ഇതിന് മറുപടിയൊന്നും ലഭിച്ചില്ല. അതേസമയം 2 ദിവസം മുമ്പ് നൽകിയ മറ്റൊരു അപേക്ഷയ്ക്ക് മറുപടി ലഭിച്ചിരുന്നു. ആദ്യം നൽകിയതിന് 55 ദിവസമായിട്ടും മറുപടി ലഭിക്കാത്തത് ചോദ്യം ചെയ്താണ് നാട്ടുകാർ സെക്രട്ടറിയെ ഉപരോധിച്ചത്. ഈ പാവങ്ങൾ ഈ 10,000 പേർക്ക് വേണ്ടി സാർ വന്നായിരുന്നു. ഇപ്പൊ ഒരു മതിൽ മറിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു വ്യക്തിക്ക് വേണ്ടി സാർ പോയാ ഇതിന്റെ റിപ്പോർട്ട് ഇപ്പൊ നമുക്ക് കിട്ടണം. നമ്മൾ പുറത്തല്ല, ഇവിടെ തന്നെ തുടർന്ന് ഉടൻ മറുപടി നൽകാമെന്ന ഉറപ്പിന്മേൽ ഉപരോധം അവസാനിപ്പിച്ച് പ്രവർത്തകർ പിരിഞ്ഞു. അപ്പൂപ്പൻപാറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5/3/2014 നമ്മൾ വിവരാവകാശം അനുസരിച്ച് ഒരു അപേക്ഷ കൊടുത്തു. എന്നാൽ നാളിതുവരെ എന്ന് പറഞ്ഞാൽ ഏകദേശം 55 ദിവസമായിട്ട് നമുക്ക് വിവരാവകാശം അനുസരിച്ച് മറുപടി തന്നിട്ടില്ല. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സംഗതിയെ സംബന്ധിച്ച് 48 മണിക്കൂറിനകം മറുപടി നൽകേണ്ട ഈ സാഹചര്യത്തിൽ 55 ദിവസമായി മറുപടി തരാത്തത് ഈ കൂടിയിരിക്കുന്ന ഇവിടുത്തെ ചെറുപ്പക്കാർ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. വിളക്കുവട്ടം സദാശിവൻ കൊലക്കേസിലെ പ്രതിക്ക് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ പ്രതിക്ക് വേണ്ടി ഹാജരായി. ക്രൈംബ്രാഞ്ച് പ്രതിയുടെ കണ്ണിലും ജനനേന്ദ്രിയത്തിലും മുളകുപൊടി വിതറിയാണ് കുറ്റം സമർപ്പിച്ചതെന്ന് അഭിഭാഷകൻ ആരോപിച്ചു. ബിജു കേരള സംസ്ഥാനം വിട്ടുപോകാൻ പാടില്ല. കേസിലെ സാക്ഷികളെ സ്വാധീനിക്കുകയോ തെളിവ് നശിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല. എല്ലാ ദിവസവും ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൊല്ലം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ പ്രതി ഹാജരാകണം തുടങ്ങിയ വ്യവസ്ഥകളോടുകൂടി കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. 2007-ലാണ് വിളക്കുവട്ടം സ്വദേശി സദാശിവനെ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് സദാശിവന്റെ കുടുംബം ആരോപിച്ചിരുന്നു. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തത്. പുനലൂർ എസ്ഐയും തുടർന്ന് ASPയുടെ ഉത്തരവ് പ്രകാരം CIയും കേസ് അന്വേഷിച്ചു. പിന്നീട് കേസ് വിവാദമായതോടെ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ഉത്തരവ് പ്രകാരം ക്രൈം ഡിറ്റാച്ച്മെന്റ് കേസെടുത്തു. മദ്യലഹരിയിൽ റബ്ബർ ഷീറ്റ് ഉണക്കാൻ ചിമ്മിനിയിൽ ഏണി വെച്ചു കയറുമ്പോൾ മുഖമടിച്ചു വീണതാകാമെന്ന നിഗമനമായിരുന്നു പോലീസിന്റേത്. എന്നാൽ മരണപ്പെട്ട സദാശിവന്റെ മകൻ സമർപ്പിച്ച ഹർജിയെ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. തദ്ദേശവാസികളായ ചിലരും പ്രതിയും സദാശിവനും ചേർന്ന് സംഭവ ദിവസം മദ്യപിച്ചിരുന്നുവെന്നും എല്ലാവരും പോയി കഴിഞ്ഞ് പ്രതി വീണ്ടും മദ്യപിച്ചെത്തി മുൻവൈരാഗ്യം നിമിത്തം സദാശിവനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ നിലപാട്. എന്നാൽ ക്രൈംബ്രാഞ്ച് പ്രതിയുടെ കണ്ണിലും ജനനേന്ദ്രിയത്തിലും മുളകുപൊടി വിതറി കുറ്റം സമർപ്പിക്കാൻ ശ്രമിച്ചെന്നും പ്രതി നിരപരാധിയാണെന്നും പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ വാദിച്ചു. പ്രതിയുടെ ജനനേന്ദ്രിയത്തിലും കണ്ണിലും ക്രൈംബ്രാഞ്ച് മുളകുപൊടി വിതറി പ്രതിയെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പ്രധാനമായും ഞാൻ സെഷൻസ് കോടതി മുമ്പാകെ ഉന്നയിച്ച ഒരു ആരോപണം. ശാസ്ത്രീയ പരീക്ഷണം നടത്തി യുക്തിസഹമായി പ്രതിയെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കാൻ സാധിച്ചില്ല എന്ന കണ്ടെത്തലിലാണ് ജാമ്യം ലഭിച്ചത്. മുറിവുകൾ പ്രധാനം മുഖത്താണുള്ളത്. ഈ ചിമ്മിനിയുടെ അടുത്ത് റബ്ബർ ഷീറ്റുകൾ ചിതറിക്കിടപ്പുണ്ട്, ഒരു ഏണിയുണ്ട്. അപ്പൊ ഈ റബ്ബർ ഷീറ്റ് ഉണക്കാനിടുന്നതിന് വേണ്ടി മദ്യലഹരിയിൽ ചിമ്മിനിയിലേക്ക് കയറുമ്പോൾ ഏണി കാലുതെറ്റി മുഖമിടിച്ച് വീണ് രക്തം വാർന്ന് സദാശിവൻ മരിച്ചിരിക്കാനാണ് കൂടുതൽ സാധ്യത. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പനിയഞ്ചേരി വെൺമണിയോട് അതുല്യ കുടുംബശ്രീ യൂണിറ്റിൽ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം ഒത്തുതീർപ്പായി. പഞ്ചായത്ത് അംഗം തോയ്തല മോഹനന്റെ നേതൃത്വത്തിൽ കുറ്റാരോപിതരായവരെ വിളിച്ചുവരുത്തി പണം തിരിച്ചടയ്ക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതുല്യ കുടുംബശ്രീ യൂണിറ്റിലെ സെക്രട്ടറിയും പ്രസിഡന്റും ചേർന്ന് 1 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നായിരുന്നു ആരോപണം. ഗ്രാമപഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇവർ കുറ്റമേറ്റതായും പണം തിരിച്ചടയ്ക്കാമെന്ന് സമ്മതിച്ചതായും ഗ്രാമപഞ്ചായത്ത് അംഗം തോയ്തല മോഹനൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. ഈ സംഘത്തിലെ ഒരു അംഗത്തിന്റെ മകളുടെ കല്യാണത്തിന് 1,20,000 രൂപ ബാങ്കിൽ നിന്ന് എടുത്തു കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും സംഘാംഗങ്ങളുമായി ആലോചിക്കാതെ ഇത്തരമൊരു സാമ്പത്തിക ഏർപ്പാട് നടത്തിയത് തെറ്റായ നടപടിയാണെന്നതിൻ്റെ ഭാരവാഹികളെ ഞാൻ അറിയിക്കുകയും പഞ്ചായത്തിൽ CDS ചെയർപേഴ്സണും പഞ്ചായത്ത് പ്രസിഡന്റുമായി ആലോചിച്ച് 2 കൂട്ടരെയും ഇതിൻ്റെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തി. അവർക്ക് തെറ്റ് സംഭവിച്ചു എന്നും മാപ്പപേക്ഷ എഴുതി വാങ്ങുകയും മെയ് 15-നകം മുഴുവൻ പൈസയും അടച്ചു തീർക്കാമെന്ന് അവരുടെ കയ്യിൽ നിന്ന് സമ്മതപത്രം എഴുതി വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചിത്രയിൽ രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയുടെ പമ്പ് സെറ്റ് സാമൂഹ്യ വിരുദ്ധർ കവർന്നതായി പരാതി. കടക്കൽ പോലീസിൽ പരാതി നൽകി.
ചിതറ ഗ്രാമപഞ്ചായത്തിലെ തുമ്പമൺതൊടിയിൽ പ്രവർത്തിക്കുന്ന RGN DWM സ്വജൽധാര 2 ഐശ്വര്യ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പമ്പ് സെറ്റാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷം പൈപ്പുകൾ തകർത്താണ് പമ്പ് സെറ്റ് കവർന്നത്. പ്രദേശത്തെ 20ഓളം കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്നത് ഈ പദ്ധതിയിലെ ശുദ്ധജലത്തെയാണ്. വേനൽമഴ ലഭ്യമാണെങ്കിലും പ്രദേശത്തെ കിണറുകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. കിണറുകൾ ഇപ്പോഴും വരണ്ട നിലയിലാണ്. ഈ സാഹചര്യത്തിൽ ശുദ്ധജല വിതരണം മുടങ്ങിയത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടായി. പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാണെന്ന് ആക്ഷേപമുണ്ട്. 2002 ഇത് കമ്മീഷൻ രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയുടെ ഇത് എടുത്തതാണ്. അന്ന് ഞങ്ങൾ ഏകദേശം ഒരു 10-30 കുടുംബങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 20 കുടുംബങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സാമൂഹിക വിരുദ്ധന്മാരാരോ അങ്ങനെ എടുത്തുകൊണ്ട് പോയതാണ്. നമുക്ക് ആരെയും സംശയമൊന്നും പറയാൻ നോക്കൂല. പിന്നെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. കടക്കൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പട്ടാഴി കാട്ടാമലയിലെ പാറഖനനം സംബന്ധിച്ച് IIT സംഘം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടത്തുന്ന പഠനം നാട്ടുകാരും ചില ജനപ്രതിനിധികളും ചേർന്ന് തടഞ്ഞു. ഇതേ തുടർന്ന് പഠനം താൽക്കാലികമായി നിർത്തിവെച്ചു. IIT സംഘം പാറമാഫിയെ സഹായിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. പട്ടാഴി കാട്ടാമലയിലെ പാറഖനനം പൂക്കുന്നിമല കുടിവെള്ള പദ്ധതിയുടെ പ്ലാന്റിനെ ബാധിക്കുന്നത് സംബന്ധിച്ച് വിദഗ്ധ സംഘത്തിന്റെ പഠനം 2ാം ദിവസത്തേക്ക് കടന്നപ്പോഴാണ് ഒരു വിഭാഗം നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത്. സൂറത്ത് IITയിലെ വിദഗ്ധരാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ക്വാറി പ്രവർത്തിച്ചാൽ പ്ലാന്റിനുണ്ടാവുന്ന ആഘാതം സംബന്ധിച്ച് പഠനം നടത്തുന്നത്. പരീക്ഷണ സ്ഫോടനങ്ങൾ നടത്തിയാണ് സംഘത്തിന്റെ പരിശോധന. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സംഘം പരിശോധന നടത്തുന്നതെന്നും വിദഗ്ധ സംഘം പാറമാഫിയെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും ഒരു വിഭാഗം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പം ഇതിന്റെ ഈ ഖനനം നടക്കുന്നതുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ഈ വാങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ അദ്ദേഹത്തിന്റെ പേരിലുള്ള വസ്തുവും നമ്മുടെ വാട്ടർ ടാങ്കിന്റെ ഉള്ള ദൂരം എന്ന് പറയുമ്പോൾ വെറും 45-50 മീറ്ററിനകത്ത് മാത്രമാണ്. പക്ഷേ ഈ ഇവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ ഇവിടെ ഒരു സർവേ അവർ നടത്തുകയും, അതായത് മൈനിങ് ജിയോളജിയുടെ ഉദ്യോഗസ്ഥരാണ് മാധ്യമങ്ങൾക്ക് ആ സർവേയുടെ പൂർണ്ണ രൂപം നൽകിയത്. അവർ പറയുന്നത് 250 മീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ടാങ്കും ഈ സ്ഫോടനം നടക്കുന്ന സ്ഥലവും തമ്മിൽ. ഈ സ്ഫോടനം നടക്കുന്നത് ഈ ഇദ്ദേഹം വാങ്ങിയിരിക്കുന്ന പ്രോപ്പർട്ടിയുടെ ഏറ്റവും അവസാനത്തെ ഭാഗത്താണ്. ആ ഭാഗത്തു നിന്ന് പാറ പൊട്ടിച്ചു തുടങ്ങിയാലും ഈ മേൽമണ്ണ് മാറ്റിയതിനു ശേഷം ആ പാറ പൊട്ടിച്ചു വരുന്നത് ഈ ടാങ്കിന്റെ പ്രദേശത്തേക്കായിരിക്കും. അതായത് ടാങ്കിൽ നിന്ന് 50 മീറ്റർ മാത്രമാണ് ഈ ഇദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയും ഇതും തമ്മിലുള്ള ഒരു ദൂരം. ഇപ്പോൾ നടക്കുന്ന ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇവിടെ നടക്കുന്ന ഈ സർവേയിലുപരി ഈ സ്ഫോടനം ബോംബ് ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ട് ഈ നടത്തുന്ന ഈ പൊട്ടിയിരുന്ന് പറയുമ്പോൾ വെറും പ്രഹസനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 250 മീറ്റർ ദൂരം പൊട്ടിക്കുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന വൈബ്രേഷനിൽ ഒരു കാരണവശാലും അതിന്റേതായ വൈബ്രേഷൻ ഉണ്ടാവത്തില്ല. നമുക്ക് തന്നെ അറിയാവുന്നതേ ഉള്ളൂ. കാരണം 5 അടി താഴ്ചയിലേക്കാണ് ഇതിന്റെ വൈബ്രേറ്ററിന്റെ സംവിധാനം വെക്കേണ്ടതെന്നാണ് നമ്മൾ ഇതിന്റെ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വെറും 1.5 മീറ്റർ മാത്രമാണ് ഇവർ ആ സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത്. ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കും വിധത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ എത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥ സംഘത്തിന്റെ പരിശോധനാ പ്രഹസനം അവസാനിപ്പിക്കണമെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പരിശോധന താൽക്കാലികമായി നിർത്തിവെച്ചു. അവർക്ക് സഹായമായ ഒരു നിലപാടെടുത്തുകൊണ്ടുമാണ് ഇപ്പോഴത്തെ ഈ പാറഖനനം നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള ഭൂമിയുടെ തെക്കേ അറ്റത്ത് ഒരു ചെറിയ ഭാഗം മാത്രം തെളിച്ചുകൊണ്ട് ആ പാറയുടെ മേലെ അറ്റത്ത് 3 അടി 5 അടിയുള്ള കുഴികൾ കുഴിച്ച് അവിടെ പൊട്ടിച്ച് ഈ പാറയുടെ ആ ഖനനത്തിലുണ്ടാകുന്ന ആഘാതം താഴത്തെ വാട്ടർ ടാങ്കിന് എന്തുമാത്രം ആഘാതം ഉണ്ടാക്കുമെന്ന് പഠിച്ചാൽ അതൊരു പഠനം ആവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കാട്ടാമല പാറയിലെല്ലാം ഒറ്റ പാറയുടെ നിരയാണ്. ആ ലെയറിൽ ആഘാതം ഉണ്ടായാൽ ഈ ടാങ്കിന് ആഘാതം ഉണ്ടാകുന്നു, ടാങ്കിന് ക്രാക്ക് ഉണ്ടാകുന്ന കാര്യം ഏത് ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇത് മനസ്സിലാകാത്ത ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ ഇതിന് കൂട്ടു നിൽക്കുന്ന ഏതാനും ബിനാമികൾക്ക് മാത്രമാണ് ഇത് മനസ്സിലാകാത്തത്. സാധാരണക്കാരുടെ പക്ഷത്ത് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഏറ്റവും അത്യാവശ്യമുള്ള ഈ കുടിവെള്ള പദ്ധതി ഈ നാട്ടിൽ നിലനിൽക്കാൻ വേണ്ടി ഇതിന് തൊട്ട് താഴെ ഏതാണ്ട് 127 ഹരിജൻ കുടുംബങ്ങളുണ്ട്. അതോടൊപ്പം അതിനപ്പുറത്തൊരു ജംഗ്ഷനുണ്ട്. ഇതിന് അടുത്ത് തന്നെയാണ് 6. ഇങ്ങനെ വളരെ നല്ല ഒരു പ്രകൃതി രമണീയമായ ഈ സ്ഥലം നശിപ്പിക്കാൻ വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പ്രഹസനം നടത്തിയ ഒരു പഠന സംഘത്തെ തടസ്സപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈ പഠന സംഘം എന്ത് റിപ്പോർട്ട് നൽകിയാലും ഇതിനെ പേപ്പറിന്റെ വില പോലും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. ഈ റിപ്പോർട്ട് എന്തായാലും ഇവിടെ നിന്നും ഒരു കഷ്ണം പാറ പോലും കൊണ്ടുപോകാതെ ഈ കാട്ടാമല ഇതുപോലെ തന്നെ സംരക്ഷിക്കാനുള്ള പരിപാടികളുമായിട്ട് ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഇവിടുത്തെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും
മനസാക്ഷിയുള്ള എല്ലാ ജനങ്ങളും ഉണ്ടാകും. പട്ടാഴി ഗ്രാമപഞ്ചായത്താണ് പാറ ഖനനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. വാട്ടർ അതോറിറ്റിയും കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. പൊതുപ്രവർത്തകരായ സുരേഷ്, വിജയകൃഷ്ണൻ, CPI നേതാവ് KB അനു, മീനം രാജേഷ്, രഞ്ജിത്ത്, BS സുജാത, റെജിമോൻ K ജേക്കബ് എന്നിവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി, അതിനകത്ത് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല. ഇത് ഈ പ്രദേശത്തെ തകർക്കുന്ന, ഇവിടുത്തെ ജൈവ വൈവിധ്യത്തെ തകർക്കുന്ന, ഇവിടുത്തെ പരിസ്ഥിതി തകർക്കുന്ന, ജനവിഭാഗത്തിന്റെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ തകർക്കുന്ന വലിയ ഒരു അറ്റാക്കാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ കൂടി അണിനിരത്തിക്കൊണ്ട് ഈ വിഷയത്തിനെതിരായി ശക്തമായി നിൽക്കുവാൻ, അതിനകത്ത് ഞാൻ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുമായും കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കിഴക്കൻ മേഖലയിൽ വേനൽ മഴക്കെടുതി തുടരുന്നു. ചിത്രയിൽ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വീട് ഭാഗികമായി തകർന്നു. ചിതറ കണ്ണൻകോട് സിനിവിലാസത്തിൽ രവീന്ദ്രൻപിള്ളയുടെ വീടാണ് ഭാഗികമായി തകർന്നത്. അടുക്കളയുടെ ഭാഗമാണ് തകർന്നത്. ഭിത്തികളിൽ വിള്ളലുകൾ വീണിട്ടുണ്ട്. മഴ ശക്തമായാൽ വീട് പൂർണ്ണമായും തകരാൻ സാധ്യതയുണ്ട്. സംഭവ സമയത്ത് രവീന്ദ്രൻപിള്ളയുടെ മൂത്ത മകളും കുട്ടിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ വീടിന്റെ മറ്റൊരു വശത്തായിരുന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ നഷ്ടപരിഹാരം പഞ്ചായത്തിൽ നിന്നോ വില്ലേജ് ഓഫീസിൽ നിന്നോ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിർധനനായ രവീന്ദ്രൻപിള്ള. പഞ്ചായത്തിലും വില്ലേജിലുമൊക്കെ അതിന് പരാതി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇതിന്റെ സഹായങ്ങൾ കിട്ടുന്നതിന് വേണ്ടി. ന്യൂസ് ബ്യൂറോ, കടക്കൽ. യൂത്ത് കോൺഗ്രസ് ആര്യങ്കാവ് മണ്ഡലം കൺവെൻഷൻ ആര്യങ്കാവിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ SSLC A+ ജേതാക്കളെ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ആര്യങ്കാവ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജീവാമോൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം SSLCക്ക് A+ വാങ്ങിയ കുട്ടികളെ ആദരിച്ചു. കോൺഗ്രസ് നേതാക്കളായ വിജയകുമാർ, അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൺവെൻഷൻ നിജാസ്, സൂരജ്, അജ്മൽ തുടങ്ങിയവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. പുന്നല നീലകണ്ഠപുരം ശിവക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് ഉത്സവം സമാപിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന കെട്ടുകാഴ്ചയിൽ 100 കണക്കിന് ഭക്തർ അണിനിരന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിൽ നടന്നുവന്ന പൂജകളിലും അന്നദാനത്തിലും പങ്കാളികളായി. 150ഓളം കലാകാരന്മാരെ അണിനിരത്തി നടത്തിയ ചെണ്ടമേളം ഉത്സവാഘോഷങ്ങൾക്ക് കൊഴുപ്പേകി. നടക്കുന്ന ഉത്സവമേളത്തിന് തിരികൊടുത്തിരിക്കുകയാണ്. ഉത്സവമേളം ആരംഭിച്ചിരിക്കുകയാണ്. ക്ഷേത്രം തന്ത്രി മാധവര് ശംഭുപോറ്റി, ഉപതന്ത്രി നവനീത് കൃഷ്ണൻ പോറ്റി, മേൽശാന്തി മഹാദേവൻ നമ്പൂതിരി എന്നിവർ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രഭാരവാഹികളായ ബിജു തുണ്ടിൽ, KM രാധാകൃഷ്ണൻ, P ശ്രീജിത്ത്, R ഗോപാലൻ, ജയചന്ദ്രൻ നായർ തുടങ്ങിയവർ ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുളത്തൂപ്പുഴയിൽ DYFI പ്രവർത്തകനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി വിനോദ് പിടിയിൽ. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കോക്കാട് പ്രദേശത്ത് പുലിയെയും കുട്ടികളെയും നേരിൽ കണ്ടെന്ന പ്രദേശവാസികൾ. പ്രദേശം ഭയപ്പാടിൽ. പുനലൂർ കലയനാട് ദേശീയപാതയിൽ ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് ഗുരുതര പരിക്ക്. പട്ടാഴി കാട്ടാമലയിലെ പാറഖനനം സംബന്ധിച്ച IIT സംഘം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടത്തുന്ന പഠനം നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് തടഞ്ഞു. IIT സംഘം പാറമാഫിയെ സഹായിക്കുന്നുവെന്ന് ആരോപണം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.